കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം തെറ്റാണെന്നും എന്നാൽ ഷാഫി പറമ്പൽ അതിൽ പങ്കുണ്ടെന്ന് വിശ്വസിക്കാനില്ലെന്നും പറയുന്ന വോട്ടറെയാണ് കോഴിക്കോട് മിഠായി തെരുവിൽ കാണാൻ സാധിച്ചത്. സൈബർ ആക്രമണവും കള്ളവോട്ടും ചർച്ചയാകുമ്പോഴും ജനകീയ വിഷയങ്ങൾ ചർച്ചയാകുന്നില്ല എന്ന അഭിപ്രായവും ചിലർ പങ്കുവച്ചു. മിഠായി തെരുവിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. പൊതുതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നത് സ്ഥാനാർത്ഥികൾക്ക് നേരെയുള്ള സൈബർ ആക്രമണവും ഒപ്പം കള്ളവോട്ട് സംബന്ധിച്ച ആരോപണങ്ങളും ഒക്കെയാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഈ സൈബർ ആക്രമണം അടക്കമുള്ള വിഷയത്തിലുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണ്? അതറിയാൻ കേരള വിഷൻ ന്യൂസ് ഇന്നുള്ളത് മിഠായി തെരുവിലാണ്. നമുക്ക് പൊതുജനങ്ങളിലേക്ക് നീങ്ങാം. ശൈലജ ടീച്ചറിൻ്റെ നേരെ സൈബർ ആക്രമണം ശരിയല്ല. അതെപ്പോഴും അത് അനുവദിക്കാൻ പാടില്ല. സൈബർ ആക്രമണം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ വെറുതെ പറയാം, അത് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിവാദങ്ങൾ കൊണ്ടുവരുന്നതിനാണല്ലോ. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സംഭവമായിട്ട് അതിനെ കാണാൻ കഴിയുള്ളൂ. അത് വരുത്തിക്കൂട്ടിയതാണെന്നാണ് കാണുന്നത്. കാരണം പിണറായി വിജയനാലും നഷ്ടപ്പെട്ട ഒരു സീറ്റാണ്. ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാക്കാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ആരോപണം എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും ഉപയോഗിക്കാമല്ലോ. ആ ആരോപണമൊന്നും പ്രസ്ഥാനത്തിലേക്ക് കടക്കൂല. പിന്നെ ഫസ്റ്റ് പറഞ്ഞു ഷാഫിയുടെ അറിവോട് കൂടിയാണ് എന്നൊക്കെയാണ് ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നത്. പിന്നീട് അതല്ല എന്നുള്ളത് ടീച്ചർക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ചെറിയ അണികളുടെ പ്രാദേശിക ആളുകൾ സൃഷ്ടിക്കുന്ന ചെറിയ ചെറിയ ആരോപണങ്ങളും അതും മറ്റൊക്കെയാണ്. അല്ലാതെ ഇത് വലിയ വലിയ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുന്നില്ല. ടീച്ചർക്കുള്ള ജനസമിതി കണ്ടിട്ട് എതിരാളികൾക്കുള്ള ആ ഒരു എന്താ പറയുക, എങ്ങനെയും ഇവരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം പിണറായി വിജയൻ്റെ ആ ടി.പി. ചന്ദ്രശേഖരനോട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സീറ്റ് നഷ്ടപ്പെട്ടത്. ആ സീറ്റ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം, പല തന്ത്രങ്ങളും ഉണ്ടാവുമല്ലോ, ആ തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് എന്നാണ് ഞാൻ കാണുന്നത്. ഷാഫി പറമ്പ് അങ്ങനെ ചെയ്യുന്നു അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ സൈബർ ആക്രമണം അങ്ങനെ ഷാഫി പറമ്പ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതാ അങ്ങനെ ഉണ്ടായാലോ കൂടുതൽ വോട്ടിന് വിജയിക്കാൻ സാധ്യതയുള്ളൂ ശൈലജ. അവർ നേരത്തെ ഇങ്ങനെ ഉള്ളപ്പോൾ രമ കൊടുത്തിട്ടും കൂടി ആ പരാതി ഇവരെ പരിഹരിച്ചിട്ടില്ല. ഇപ്പോൾ ഇവർ കൊടുത്ത പരാതി പിറ്റേന്ന് പരിഹരിക്കാൻ രാഷ്ട്രീയമല്ല വേറെ എന്താ? രമയ ഒരു സ്ത്രീ ആയിരുന്നല്ലോ. അവിടെ അവർ ആസ്ഥാന വിധവ എന്ന് പറഞ്ഞിട്ട് പോലും അതിന് നടപടിയില്ല. ഇപ്പോൾ ഇവർ കൊടുത്തോടെ പിറ്റേന്ന് നടപടി സ്വീകരിക്കുക. എന്ത് നടപടിയാണിത്? തെളിവ് വേണം. തെളിവ് കണ്ടിട്ട് അത് അന്വേഷിക്കണം. അതെങ്ങനെയാണ് സൈബർ ആക്രമണം എങ്ങനെ നടന്നു, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാനഘട്ട പ്രചരണത്തിലേക്ക് എത്തി. സ്വാഭാവികമായി ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സൈബർ ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ, കള്ളവോട്ട് പോലുള്ള കാര്യങ്ങളാണ്. ഈ ചർച്ച നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കുറേ വാർത്തകൾ കേട്ടിട്ടുണ്ടല്ലോ. വോട്ട് മെഷീനിൽ കുറേ മറ്റേ കള്ളവോട്ട് മെഷീന്, കള്ളവോട്ടിൻ്റെ ആശങ്ക എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും തന്നെ വോട്ടിംഗ് മെഷീൻ ആയത് കാരണം അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത പുലർത്തില്ല. ഈ മെഷീനാകുമ്പോൾ അതിൽ കൃത്രിമം നടക്കുന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അല്ല, കള്ളവോട്ട് തടയുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ കടമയാണ്. കാരണം ഒരു പൗരന് ചെയ്യേണ്ട ആവശ്യമില്ല കള്ളവോട്ട്. ഇരട്ട വോട്ട് ഒരുപാടുണ്ട്. മരിച്ചവരെ വോട്ട് കട്ട് ചെയ്യാതെയും ഒരുപാട് തന്നെ മറപ്പുണ്ടാക്കിയിട്ടും മനഃപൂർവ്വം കള്ളവോട്ടുണ്ടാക്കിയ കേസുകളുണ്ട്. അതൊക്കെ ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കേണ്ടത് തന്നെയാണ്. കള്ളവോട്ട് നടക്കാതിരിക്കാനാണ് മെഷീൻ ആക്കിയത്. ഇപ്പോൾ അതിലും അത് പെർഫെക്റ്റ് അല്ല. ബാലറ്റാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. സത്യസന്ധമായിട്ടുള്ള വോട്ടിംഗ് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേതാക്കൾ സംശുദ്ധമായി മാത്രമേ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ, ഇതിപ്പോൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞ് അവരെ ന്യായീകരിക്കുകയല്ലാതെ സത്യത്തിൻ്റെ ഒരു മാർഗ്ഗം ഇല്ലാതായി മാറിയിരിക്കുന്ന സാഹചര്യമൊക്കെ. അപ്പോൾ നല്ലൊരു ഇലക്ഷൻ കമ്മീഷനാണ് നമുക്ക് വേണ്ടത്. TN ശേഷം പോയതിനോടുകൂടി നമുക്ക് അങ്ങനെ ഒരാളില്ല അവിടെ. വിവിധ അഭിപ്രായങ്ങൾ വരുമ്പോഴും എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്: രാഷ്ട്രീയം കൂടുതൽ സംശുദ്ധമാകട്ടെ. അതിനായി ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ജനകീയ വിഷയം കൃത്യമായി ചർച്ച ചെയ്യാനുള്ള ആർജവം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നേതാക്കളും കാണിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും ജനാധിപത്യവും. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.